ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. വ്യക്തിപരമായ ചില തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം അപ്ഡേറ്റുകളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്കായ BB ഹോട്ടൽ അത് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ലൈവ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ സമയത്ത് തന്നെ തിരക്ക് വന്നത് എന്തായാലും നന്നായി. കാരണം നല്ല കെങ്കേമമായി ഈ ടാസ്ക് കൊളമാക്കിയിട്ടുണ്ട്. വന്നു കയറിയ അതിഥികളും കണക്കാണ്, വീട്ടുകാർ അതിനേക്കാൾ അപ്പുറമാണ്. നശിപ്പിച്ചു എന്ന് വേണം ഈ ടാസ്കിനെ കുറിച്ച് പറയുവാൻ. ഓരോരുത്തരും തോന്നിയ രീതിയിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് കണ്ടുകൊണ്ട് 2-3 തവണ ബിഗ് ബോസ് അവരെ വാൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെയല്ല ഈ ടാസ്ക് ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കരുത്, ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടികൾ തന്നിട്ടുണ്ട്, ആ ഡ്യൂട്ടികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റാർ കിട്ടൂ. എവിടുന്ന് ആര് മനസ്സിലാക്കാൻ? ഒടുവിൽ ബിഗ് ബോസ് തന്നെ തലയിൽ കൈവച്ചിട്ടുണ്ടാവും ഈ ഐറ്റത്തിനെയൊക്കെ വലിച്ചതിനകത്ത് കയറ്റി വെച്ചതിൽ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ടാസ്ക് ആണെന്ന് പോലും മനസ്സിലാക്കാതെ ഓരോരുത്തരും കിച്ചണിൽ അങ്ങനെ കൂടി നിൽക്കുകയാണ്. അവിടെ മാനേജറുണ്ട്, അസിസ്റ്റന്റ് മാനേജറുണ്ട്, ഡോക്ടറുണ്ട്, ബാത്റൂം ക്ലീനേഴ്സ് ടീമുണ്ട്, റൂം അറ്റൻഡൻസ് ഉണ്ട്, അങ്ങനെ എല്ലാ എണ്ണവും. ഇവരെല്ലാവരും ഗസ്റ്റിന്റെ പുറകിന് തന്നെ, ഗസ്റ്റ് എവിടേക്ക് പോകുന്നു അവിടെയാണ് ഇവരെല്ലാവരും സമ്മേളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഡ്യൂട്ടി അതെന്താണെന്നുള്ളത് ശരിക്കും അവർ മറന്നുപോയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു. ഹോട്ടൽ മാനേജറാണ് അനുമോൾ ഈ ഫുഡ് വന്നപ്പോൾ അതിനകത്തുനിന്ന് ചിപ്സും മുറുക്കും ഒക്കെ എടുത്ത് സ്വന്തം കീശയിലിട്ടുകൊണ്ട് ഓടുന്ന കാഴ്ച കാണുവാൻ സാധിച്ചു. അത് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു ഹോട്ടൽ മാനേജർ, അതും 5 സ്റ്റാർ ഹോട്ടലിന്റെ മാനേജറൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇതിനിടയിൽ മണ്ടൻ ഗസ്റ്റ് ഷിയാസ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിൽ ഈ പ്രത്യേക കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് കേട്ടിട്ട് ഉടൻ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഈ പുറത്തെ കാര്യങ്ങളൊന്നും അകത്ത് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ ഗസ്റ്റിനെ എങ്ങോട്ട് വിട്ടത്, പിന്നെന്തുകൊണ്ടാണ് ഗസ്റ്റ് ഇങ്ങനെയായി തീരുന്നതെന്ന് ചോദിക്കുന്നു. ഒരു മാജിക്കൽ പ്രതിമ സാബുമാൻ ഒരിടത്ത് തന്നെ നിൽക്കേണ്ട ആളാണ് ഈ മാജിക്കൽ പ്രതിമ അങ്ങനെ വീട് മുഴുവൻ ഓടി നടക്കുന്ന കാഴ്ച അതും രസകരമായിരുന്നു. ഇതിനേക്കാളെല്ലാം അമ്പരപ്പിച്ചൊരു കാര്യം, ഹോട്ടൽ ഉടമയുടെ മകളാണ് ആദില നൂറയെ ലൈൻ അടിക്കാൻ നടക്കുന്ന കാഴ്ച കാണുന്നു. ശോഭയാണ് പ്രപ്പോസ് ചെയ്യിക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ആദില നൂറയെ പ്രപ്പോസ് ചെയ്യുന്നു, റോസപ്പൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് 5 സ്റ്റാർ ഹോട്ടലിലാണോ നടക്കുന്നത്? ഇതൊരു ടാസ്ക് ആണെന്നുള്ള ബോധം പോലും ആദിലയ്ക്ക് ഇല്ലാതെയായിപ്പോയി. കിച്ചണിൽ നിൽക്കേണ്ട മെയിൻ ഷെഫ് ബിന്നി ഗസ്റ്റിന്റെ പുറകിന് വന്ന സമയം മുതൽ സ്റ്റാറിന് വേണ്ടി നടക്കുന്നു. സ്റ്റാർ കിട്ടിയില്ല എന്നുള്ള പരാതി ആ വീട്ടിൽ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഒരു 2 സ്റ്റാർ ഹോട്ടലിന്റെ പ്രതീതി പോലും ഉണർത്താത്ത ഒരു ടാസ്ക്. ചില സമയങ്ങളിലൊക്കെ ഇത് ഹോട്ടലാണോ ചന്തയാണോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. എന്തായാലും നശിപ്പിച്ച് നാറാണക്കല്ലാക്കി കൊടുത്തിട്ടുണ്ട് ടാസ്ക്. ഇതിനു മുൻപുള്ള സീസണുകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എത്ര മനോഹരമായിട്ടാണ് ഈ ടാസ്ക് ഓരോ സീസണിലുള്ള ആൾക്കാർ കൈകാര്യം ചെയ്തത്. ഇത് ഒരു രക്ഷയുമില്ല കേട്ടോ, എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ പഴയ അതിഥികൾ വിട പറയാൻ തുടങ്ങുകയാണ്. അതിന് തൊട്ടു മുൻപായിട്ട് മറ്റൊരു അതിഥി എത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന, ഇംഗ്ലീഷ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു അതിഥിയാണ് വന്നിരിക്കുന്നത്, റിയാസ് സലീം. റിയാസ് അങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മിക്കിട്ട് അടിച്ചാണ് തുടങ്ങിയത്. ലക്ഷ്മി മസിൽ പിടിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ട് റിയാസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് നോ ഇഷ്യൂ. അപ്പോൾ വീണ്ടും റിയാസ്, ഞാൻ ചുണ്ടിൽ പുരട്ടിയിരിക്കുന്ന ഈ ലിപ്സ്റ്റിക്കിന്റെ പേര് തന്നെ വാക്ക് ഓഫ് നോ ഷെയിം എന്നാണ്. അത് കേട്ടപ്പോൾ ലക്ഷ്മി, ഐ ഡോണ്ട് കെയർ വാട്ട് യു ആർ വെയറിംഗ്. അത് കേൾക്കുമ്പോൾ റിയാസിന്റെ അടുത്ത കമന്റ് വരികയാണ്, അതൊക്കെ പുറത്തിറങ്ങുമ്പോൾ അറിഞ്ഞോളും. തുടർന്ന് റിയാസ് ലിവിംഗ് റൂമിലേക്ക് വരികയാണ്. അവിടെ വന്ന എല്ലാവരുടെയും മുൻപിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് ഒരു മുൻ BB കണ്ടസ്റ്റന്റ് എന്ന പേരിലായിരുന്നില്ല. ഐ എം എ ഫിലിം പ്രൊഡ്യൂസർ. ഞാൻ 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ ഈ BB ഹോട്ടലിൽ വന്ന് 1-2 ദിവസം താമസിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഹോട്ടൽ അസിസ്റ്റന്റ് മാനേജർ ആയിരിക്കുന്ന അനുമോൾക്കാണ് അടുത്ത അടി കൊടുക്കുന്നത്. ഇവിടെ കുറച്ചു മാത്രം വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അനുമോൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്കെതിരെ അടുത്ത കമന്റ് അടിക്കുകയാണ്. എന്തായാലും ലക്ഷ്മിയെയും അനുമോളെയും റിയാസ് നോക്കി വെച്ചിരിക്കുകയാണ്. ഈ കന്നു ചെന്നാൽ കന്നും കൂട്ടത്തിൽ എന്ന് പറയുന്നത് പോലെ നെവിനോടും ആദിലയോടും നൂറയോടുമായിരിക്കും അയാൾക്ക് കൂടുതൽ അടുപ്പം. അതിൻ്റെയുള്ള മണമൊക്കെ അവിടെ അടിച്ചു തുടങ്ങുന്നുണ്ട്. എന്തായാലും റിയാസ് സലീം എത്തിയതോടുകൂടി ശോഭ വിശ്വനാഥിനോടും ഷിയാസ് കരീമിനോടും എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോളാനും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് കാര്യമായിട്ട് കണ്ടന്റ് ക്ഷാമമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേറ്റുമായി വീണ്ടും എത്താം.